ഈ പറയുന്ന കാര്യം നിങ്ങൾ അടുക്കളയിൽ വെച്ചിട്ടാണോ നിങ്ങൾ പുറത്ത് പോയിട്ട് വിപണിയിൽ കിട്ടുന്ന കാര്യങ്ങൾ മേടിച്ച് സ്കിന്നിനെ നിറമെപ്പിക്കുന്നത്? ഇവിടെ തുടക്കത്തിലെ തന്നെ റിസൾട്ട് കണ്ടോ? എന്താണ് സംഭവം എന്നുള്ളത് പറയാം. എപ്പോഴും തിളക്കമായിട്ടും നല്ല ക്ലീൻ സ്കിന്നായിട്ടും ഇരിക്കാനാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നിങ്ങളുടെ ചർമ്മം നല്ല തിളക്കത്തോടുകൂടി നല്ല ക്ലീൻ സ്കിൻ ആക്കാനും വെറും ഒരു ദിവസം കൊണ്ട് സഹായിക്കുന്ന ഒരു അടിപൊളി കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. സമയത്തിരക്കുകൾ കൊണ്ട് നമുക്ക് പലർക്കും നമ്മുടെ സ്കിൻ ശ്രദ്ധിക്കാതെ വരുന്നത് കൊണ്ട് ചർമ്മമൊക്കെ നിറമെല്ലാം കുറഞ്ഞ് സ്കിന്നൊക്കെ വല്ലാതാവുന്ന സാഹചര്യം പലർക്കുമുണ്ട്. ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതൊന്ന് ചെയ്തു നോക്കണേ. എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നത്? ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എന്തായാലും നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചർമ്മം നല്ലപോലെ വെട്ടിത്തിളങ്ങാനും നല്ല ക്ലീൻ സ്കിൻ ആക്കാനും സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. പ്രാവശ്യം നിങ്ങൾ ഫേസിൽ ഇട്ടതിന് ശേഷം ഫേസിൽ നിന്ന് റിമൂവ് ആക്കുമ്പോൾ കാണുന്ന ഒരു തിളക്കം ഉണ്ടല്ലോ, അത് മുന്നോട്ട് നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഇടയ്ക്കൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. എന്തായാലും സമയം കളയേണ്ട. ആ ഒരു കിടിലൻ ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതും അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളതും അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. അതിലേക്ക് പോകാം. എന്തായാലും നമുക്ക് പാക്ക് തയ്യാറാക്കാം. പാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ സ്കിന്നിന് വളരെയധികം റിസൾട്ട് നൽകുന്ന ഒന്നാണ് റൈസ് പൗഡറിൽ നിന്ന് കിട്ടുന്നത്. റൈസ് പൗഡറാണ് വേണ്ടത്. അത് നമ്മൾ ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂണാണ് റൈസ് പൗഡർ ചേർക്കുന്നത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്ന റൈസ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. പുട്ടിനുണ്ടാക്കുന്ന റൈസ് പൗഡർ എടുക്കാൻ പാടില്ല. അതിൽ കൂടുതലും തരികളുള്ളത് കൊണ്ട് നമ്മൾ സ്കിന്നിന് സ്ക്രാച്ച് വീഴാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പത്തിരി പൗഡറാണ് എപ്പോഴും റൈസ് പൗഡർ എടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടി നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ഉലുവാപ്പൊടി ചേർക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ കുറച്ച് ഉലുവ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം അരച്ച് ചേർത്താലും മതിയാകും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്തത് പുളിയില്ലാത്ത തൈരാണ്. 1.5 ടേബിൾ സ്പൂണാണ് പുളിയില്ലാത്ത തൈര് ചേർത്തത്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. സ്കിൻ ഗ്ലോ ആക്കാനും ബ്രൈറ്റ് ആക്കാനും നമ്മുടെ കോക്കനട്ട് ഓയിലിൽ നിന്ന് സാധിക്കും. അതെല്ലാം കൂടി ചേർത്ത് മിക്സ് ആക്കുമ്പോൾ ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടും. അധികം ലൂസും അല്ലാത്ത അധികം ടൈറ്റും അല്ലാത്ത ഒരു പാക്ക്. ഇവിടെ ഞാൻ എൻ്റെ ഫേസിലൊന്നും ഇട്ട് നിങ്ങളെ റിസൾട്ട് കാണിക്കുന്നില്ല. കൈകളിലിട്ടിട്ടുള്ള റിസൾട്ടാണ് കാണിക്കുന്നത്. എന്തായാലും ഞാൻ എൻ്റെ കൈകളിലേക്ക് ഇടാൻ പോവുകയാണ്. നമുക്കിപ്പം പുറത്ത് പോകുന്ന സമയത്ത് വെയിലേറ്റ് ചർമ്മത്തിനകത്ത് ടാൻ ഏറ്റിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു പാക്ക് ഇട്ടാൽ മതി. പെട്ടെന്ന് തന്നെ ഇല്ലാതാകും. പിന്നെ നിങ്ങളുടെ സ്കിന്നിനകത്ത് നിറക്കുറവുണ്ടോ, നിങ്ങൾ അതൊക്കെ മാറ്റാനും പിമ്പിൾസിൻ്റെ പാട്, ആക്നി എന്നിവയെല്ലാം മാറ്റാനും ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും. നിങ്ങൾ ഫേസിലിടുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ കുറച്ച് ഫേസ് ഒന്ന് കഴുകിയതിന് ശേഷം ഡ്രൈ ആക്കിയിട്ട് വേണം പാക്ക് ഇടാനായിട്ട്. ഏതൊരു പാക്കായാലും ഇവിടെ ഞാനിപ്പോൾ എൻ്റെ കൈ കഴുകിയതിന് ശേഷം ഇട്ട് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് മസാജ് ചെയ്ത് സ്കിന്നിൻ്റെ കോശങ്ങളിലേക്ക് ഇറക്കാൻ വേണ്ടിയാണ് 1 മിനിറ്റ് മസാജ് ചെയ്യുന്നത്. മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ സ്കിന്നിനെ ഫ്രീ ആയിട്ട് വിടണം. അധികം അങ്ങ് ഉണങ്ങി പൊഴിഞ്ഞു പോകുന്ന പരുവത്തിൽ നമ്മൾ ഒരിക്കലും പാക്ക് റിമൂവ് ചെയ്യാൻ പാടില്ല. ഇപ്പം ഈ ഒരു പാക്കായാലും ഏതൊരു പാക്കായാലും കുറഞ്ഞത് 3-4 മിനിറ്റ് വെച്ചാൽ മതി. 3-4 മിനിറ്റിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് മുകളിലൂടെ ഒന്ന് തളിച്ചതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മുകളിലൂടെ ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം തുടച്ചു നോക്ക്. നിങ്ങളുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന ഡെഡ് സ്കിൻ പെട്ടെന്ന് തന്നെ ഇല്ലാതാവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ കണ്ടോ, തുടച്ചിട്ടുള്ള ആ ഒരു മാറ്റം കണ്ടോ? ഞാനൊരു 3 മിനിറ്റേ വെച്ചോളൂ. സ്കിൻ നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. സ്കിന്നിൻ്റെ നല്ല പോലെ തിളക്കവും വെച്ചിട്ടുണ്ട്. ലൈവ് ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. എൻ്റെ ഫേസിലിട്ടാൽ നിങ്ങൾക്ക് ഒരു മാറ്റവും കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഫേസിലിട്ട് നിങ്ങളെ കാണിക്കാത്തത്. നിങ്ങൾ കണ്ടു നോക്കി. എന്തായാലും നിങ്ങൾ ഈ ഒരു പാക്ക് ട്രൈ ചെയ്യണം. സംഭവം കിടുവാണ്. ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മാറ്റം കണ്ട് നിങ്ങൾ പോലും ഞെട്ടും. നിങ്ങൾക്കിത് ഫേസിൽ മാത്രമല്ല, നിങ്ങൾക്ക് കൈകളിലും ഒക്കെ അപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഫുൾ ബോഡിയിലും വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. എന്തായാലും ചെയ്തിട്ട് റിസൾട്ട് പറയണേ. കണ്ടല്ലോ, ആ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയതൊക്കെ 100% ആണ് റിസൾട്ട്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ചെയ്തു നോക്കണേ. നിങ്ങളുടെ ഫേസിന് നല്ല തിളക്കം വെക്കാൻ ഇതിലും വലിയ മാർഗം സ്വപ്നത്തിൽ മാത്രമാണ്. എന്തായാലും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ. അതിൻ്റെ മറുപടി പറയുന്നതാണ്. ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.